ആരോരുമില്ലാത്തവർക്ക് ആഡംബര ഹോട്ടലിൽ ഇഫ്താർ ഒരുക്കിയത് ഷിഹാബ് എന്ന വ്യക്തിയാണ്. അഗതികളും നിരാലംബരുമായ ഒരുപറ്റം മനുഷ്യരെ ചേർത്തുപിടിച്ച് സ്നേഹം കൊണ്ട് അന്നം വിളമ്പിയ ഇഫ്താർ സംഗമം. കൊല്ലം തേവലക്കര ഇതുപോലെ ധാരാളം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതായത് കുറെ പാവങ്ങളെ അവരെ പ്രദർശിപ്പിച്ച് അവരെ എല്ലായിടത്തും കൊണ്ടുപോകുന്നു, അവരുടെ വീഡിയോ എടുക്കുന്നു, എന്നിട്ട് അവർക്ക് സംഭാവന കൊടുക്കുന്നു, അവർക്ക് പൈസ കൊടുക്കുന്നു, എന്നിട്ട് അവരുടെ ദയനീയ മുഖം കാണിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നു. ഇപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് വളരെ ഇരുത്തി ചിന്തിക്കണം. കാരണം ഇതൊക്കെ പഴയ കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. നിങ്ങൾ ഏതെങ്കിലും സംഘടനയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള താല്പര്യമുണ്ടെങ്കിൽ ആ സംഘടനാ പ്രവർത്തകരുടെ ഫോട്ടോകൾ കാണിച്ചോളൂ. പക്ഷേ ദയവ് ചെയ്ത് ഇവരുടെ മുഖം ഹൈഡ് ചെയ്ത് വെക്കുക, ഇവരെ കാണിക്കാണ്ടിരിക്കുക, ഇവരുടെ മുഖം മറച്ചെങ്കിലും കാണിക്കുക. നമ്മൾ ഈ ഒരു കാര്യം മാത്രമല്ല, പല സോഷ്യൽ മീഡിയയിൽ ഇപ്പം പല വൈറലായ പല വീഡിയോകളും കണ്ട് എനിക്ക് തന്നെ നാണക്കേട് തോന്നി. ചില പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ വല്ല പേരക്കായോ ആപ്പിളോ ഒക്കെ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ അവരെ ദൂരെ നിന്ന് അവരുടെ വലിയ വണ്ടിക്കകത്ത് അവരുടെ മുഖം ഇങ്ങനെ അവരറിയാതെ അവരുടെ മുഖം ഷൂട്ട് ചെയ്യുന്നു, അവരെ കൊണ്ട് പിന്നെ 10 പേരക്കാരുടെ വില ചോദിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് 20 ചോദിക്കുന്നു, പിന്നെ എല്ലാം കൂടെ മേടിക്കുന്നു, കുറച്ച് കൂടുതൽ പൈസ കൊടുക്കുന്നു. എന്തൊരു നാണക്കേടാണ്. അവരുടെ അപ്പൻ്റെ അമ്മയുടെ മാനസിക നില ആലോചിച്ച് നോക്ക്. ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ പൈസയ്ക്ക് കുറവുണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് അഭിമാനത്തിന് കുറവ് വന്നിട്ടില്ല. എന്നിട്ട് ഇവരെ വലിയ ആൾക്കാരാണെന്ന് കാണിക്കുന്നു, ഇവരെയൊക്കെ കാണിക്കുന്നു, ഇവർ ഷൂട്ട് ചെയ്യുന്നു, വീഡിയോ വൈറലാക്കുന്നു. വളരെ ദയനീയം. അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെ എടുത്തു കഴിഞ്ഞാൽ തന്നെ വീട് വെച്ച് കൊടുക്കുന്നു. CPM-കാരുടെ ചുമന്ന വീട്, അല്ലെങ്കിൽ മറ്റേവരെ പച്ച വീട്, STP-യുടെ പച്ച വീട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളുടെ വീട്, അമൃതാനന്ദമയുടെ വീട്, RSS-കാരുടെ വീട്. എന്നിട്ട് ഈ വീട് വെച്ച് കൊടുത്തോ, നല്ല കാര്യം, നമ്മൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഈ സംഘടനകൾക്ക് അതിനകത്ത് അവരുടെ ഫോട്ടോകൾ വന്നോട്ടെ. പക്ഷേ ഈ പാവങ്ങളെ ഇങ്ങനെ നിരത്തി ഇവർ പാവത്തുങ്ങളാണ്, ഇവരെ കാണിക്കുന്നു, ഇവരെല്ലാ സ്ഥലത്തും ഇവരുടെ ഫോട്ടോ ഇടുന്നു, എല്ലാവരും പ്രദർശിപ്പിക്കുന്നു. ഇത് ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ടോ? വളരെ ഗഹനമായി ചിന്തിക്കുക. ഇനിയെങ്കിലും ഇത് മാറണ്ടേ? പണ്ട് കാലത്ത് ഒരുപാട് പണക്കാരൊക്കെ ഒരുപാട് പാട്ട കിലുക്കി പാവങ്ങൾക്ക് പൈസ എറിഞ്ഞു കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാ രാജ്യത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് അത്രേ വിവരേ ബോധമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക സമൂഹത്തിൽ 2022 ഇനിയെങ്കിലും നമ്മളൊന്ന് മാറ്റി ചിന്തിക്കണ്ടേ?